അല്ല അല്ല ഇതിനെ പൊല്യൂഷൻ ഇല്ലല്ലോ, ഞങ്ങൾ എടുത്തോളാം. അല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? സാറിന്റെ അടി വണ്ടിക്ക് അടിക്ക്, നമുക്ക് എല്ലാവർക്കും 10,000-20,000 രൂപ വെറ്റിയെന്ന് നടക്കുക. പൊല്യൂഷൻ എടുത്ത് കാണിച്ചാലേ നിങ്ങൾക്ക് ഫൈൻ ഒഴിവാകും. നമുക്കുള്ള കാര്യമല്ല പറയാൻ സാറേ, ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഈ വണ്ടിക്ക് അല്ല, അപ്പൊ നിങ്ങൾ പെറ്റി അടിക്കണ്ടേ? ഇപ്പൊ പൊല്യൂഷൻ ഇല്ലാതല്ലേ ഓടുന്നത്. ഞാൻ വേറൊന്നുമല്ല പറയുന്നത്, സാർ അവിടെ തൊട്ട് ഇവിടെ വരെ അടിച്ചോണ്ട് വരുന്നത്, എല്ലാവർക്കും അടിക്കുന്നുണ്ട്. അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ? അപ്പൊ ഇതിന് ഈ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത? അപ്പൊ നിങ്ങൾ സർക്കാരിന്റെ വണ്ടിക്ക് നിങ്ങൾ അടിക്കും. നിങ്ങൾ 1-2 5,000 രൂപ മെനങ്ങാൻ അടിച്ചത്, 5,000 രൂപ അല്ല അല്ല ഓരോ വണ്ടിക്കകത്ത് പൊല്യൂഷൻ ഇല്ല. മെനങ്ങാൻ എനിക്കില്ലാതെ തന്നെ 5,000 രൂപ. അല്ല സാറ് നിക്ക്, അല്ല ഒരു നിയമപരമായിട്ടത് അല്ലല്ല, അങ്ങനെ പോകാൻ പറ്റും സാറ്. അല്ല അവിടെ നിക്ക് സാറ്, ഇത് അടിച്ചിട്ട് പോയാൽ മതി. നിക്ക് സാറവിടെ നിക്ക്, ഒന്ന് നിക്കി, അവിടെ നിക്കി. അല്ല വേറെ കാര്യങ്ങളൊന്നും അല്ല, നിങ്ങൾ അങ്ങോട്ട് സൈഡിലോട്ടൊന്ന് ഒതുക്കിയിട്ട് സാറ് ഒന്ന് പറഞ്ഞിട്ട് പോയാൽ അതിനൊരു ഇത് നിങ്ങളെ ഇതിൻ്റെ ഇതല്ലേ, സർക്കാരിൻ്റെ അല്ലേ? എല്ലാവർക്കും നിയമം ബാധകമാണോ സാറേ? ഞാൻ പറയുന്നേക്ക് ഇപ്പൊ നിങ്ങളെ വണ്ടിക്കകത്ത് ഇപ്പൊ ഒരു പൊല്യൂഷൻ 2,000 രൂപ പെറ്റി അടിക്കും, അത് നിങ്ങൾക്കുള്ള ഇതാണോ പൊല്യൂഷൻ? ഇത് 25-ാം തീയതി തീർന്നിട്ടുണ്ട്, ജനുവരി. ഇത് ഫെബ്രുവരിയാ, മനസ്സിലായ? 1-2 അല്ല നിങ്ങൾ അടിക്കുന്നത്. രാവിലെ ഇവിടെ വന്ന് കിടന്ന് 1,000, 2,000, 3,000 ഒക്കെ നിങ്ങൾ അടിച്ചു തരുന്നത്. രാവിലെ എല്ലാരും ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് സാറേ. ഒന്ന് അടിച്ചു നോക്കി സാറ്, എന്നാ തീർന്നിട്ടുള്ള 2,000 രൂപ അടിക്കുക അങ്ങോട്ട്. അല്ല മെനങ്ങാന്ന് എനിക്ക് 5,000, 10,000 ഒരു വണ്ടിക്കകത്ത് കിടക്കുന്ന പറ്റിയെന്ന് പറഞ്ഞാൽ 7,000. ചുമ്മാ ഫോട്ടോ എടുത്തങ്ങ് ഇടുക. അല്ല അവരെ വണ്ടി ക്ലിയർ ആവണ്ടേ? ഒരു മൊത്തം അവിടെ തൊട്ട് ഇവിടം വരെ അടിക്കും. മെനങ്ങാൻ 5,000 രൂപ അടിച്ചു തന്നു, പൊല്യൂഷൻ അല്ലാത്ത 2,000 രൂപ. ഇവരെ വണ്ടിക്ക് അതെന്തോ കൊമ്പുണ്ടോ? എല്ലാവരും ജീവിക്കാൻ വേണ്ടി തന്നെ നടക്കുന്നത്. ഇതിനകത്ത് ആദ്യം ഇത് ക്ലിയർ ആക്കി സാറേ, ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ നന്നാക്കാൻ നടക്കി. വേറെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഈ വണ്ടിക്കകത്ത് 2,000 രൂപ അടിക്കും. ഇത്രയും മണിയല്ല അടിച്ചു തരുന്നത്. മെനങ്ങാന്ന് 5,000 രൂപ അടിച്ചു തന്നത്. ഇവിടെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി, രാവിലെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി വരുന്നത്. അടിച്ചോ? ഞങ്ങളിപ്പോ എടുത്തിട്ട് കാണിച്ചാൽ മതി. എടുക്കുമ്പോ തനിയെ മാറിക്കോളും. ഇയാളെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. അത് വേറെ കാര്യം അല്ല, എല്ലാവർക്കും ബാധകം നിയമം ചെറിയ രീതിയിലൊക്കെ അടിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് അടിക്കാൻ പറ്റില്ല. അല്ല പറയുന്നേക്ക്, ജീവിക്കാൻ വേണ്ടി എല്ലാരും കടകൾ വരുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഇതിൽ ഫോട്ടോ എടുത്ത് നിങ്ങളെ വണ്ടി അടിക്കുമ്പോ തന്നെ പൈസയൊക്കെ വരും. അതല്ല, നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഇന്ന എമൗണ്ട് വരെ അടിക്കാൻ പറ്റോളന്നുണ്ട്. അല്ല നമുക്ക് മിനിമം എമൗണ്ട് 2,000 തൊട്ട് 1,000 രൂപ അടിക്കാന്നുണ്ട്. എന്നാ ആയിക്കോട്ടെ, സാറിന് വണ്ടിക്ക് അടിച്ചായിരുന്നു? അപ്പൊ അടിച്ചില്ലേ? അപ്പൊ വേറെ കാര്യങ്ങളൊന്നുമില്ല, ഇത്രയേ ഉള്ളു. നിങ്ങൾ അവിടെ തൊട്ട് ഇവിടം വരെ മൊത്തമോ വണ്ടിയുടെ ഫോട്ടോ ആണോ സാറേ? എല്ലാരും ജീവിക്കാൻ വേണ്ടിയല്ലേ സർക്കാർ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടാ. എല്ലാം ഓരോരുത്തര് ഓരോ കടകളിലും എല്ലാരും ഈ രാവിലെ വരുന്നത് ഒരു 8:30 മണി തൊട്ട് 9:15 വരെ ടൈം എന്ന് പറയുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ വന്നിരിക്കാൻ വേണ്ടി വരുന്നവരാ. രാവിലെ 8:30 മണി. ഇവിടെ അപ്പുറത്ത് ക്യാമറ ഉണ്ട്. ഇവിടെ മൊത്തം നിങ്ങൾ അങ്ങോട്ട് മാറുമ്പോ അടുത്ത പോലീസുകാര്. ഇവിടെ കടകളിൽ കച്ചവടമില്ല, ആൾക്കാർ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും വരണ്ട് ഓടുക. ക്യാമറ ഉണ്ട്. എന്നിത് പ്രശ്നം ഞാൻ പറയുന്നത് സാറൊന്ന് പറയുന്നത്. വേറെ കാര്യമില്ല സാറേ, രാവിലെ 8:30 മണി തൊട്ടേ 9:15 വരെ എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാ വരുന്നത്.